ആദ്യമായിട്ട് ഒന്ന് രണ്ട് മിത്ത് ബസ്റ്റ് ചെയ്യാം. അതായത് പഴയ അമേസിനെ കുറിച്ച് കുറേ ആൾക്കാർ പറഞ്ഞു തീരെ വലിയില്ലാത്തൊരു വണ്ടിയാണ്, ആൾ കയറി കഴിഞ്ഞാൽ വണ്ടി എടുക്കാൻ പറ്റില്ല, ഓടിക്കുമ്പോൾ കയറ്റം കയറില്ല. നമസ്കാരം, ഇത് ഹോണ്ട അമേസാണ്. ഹോണ്ട അമേസിൻ്റെ 2021 ഫേസ് ലിഫ്റ്റ്. അപ്പോൾ എന്താണ് ഹോണ്ട അമേസിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നിരത്തിലുള്ള കോമ്പാക്ട് സെഡാനുകളിൽ ഡീസൽ മോഡലുള്ള അപൂർവം വണ്ടികളൊന്നാണ് ഹോണ്ട അമേസ്. അപ്പോൾ ഫോർഡ് കൂടി നിരത്ത് കഴിഞ്ഞ് പോയതോട് കൂടിയിട്ട് വണ്ടികൾ കുറഞ്ഞല്ലോ. അപ്പോൾ ഇതൊരു ഫേസ് ലിഫ്റ്റാണെന്ന് പറഞ്ഞു. ഈ ഫേസ് ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു വാഹനത്തിൻ്റെ ആ ഒരു എൻ്റെ ലൈഫിൽ മുഴുവനായിട്ട് ഉടച്ചു പറയുന്നതിന് മുന്നേ ഇടയ്ക്ക് ഒരു ചെറിയ മൈൽഡ് ഫേസ് ലിഫ്റ്റ് കൊടുക്കും. അങ്ങനെ വന്നിട്ടുള്ള ഫേസ് ലിഫ്റ്റാണ് ഇപ്പോൾ ഈ ഒരു അമേസ് എന്ന് പറയുന്നത്. എന്തായാലും നമ്മൾ ഈ വണ്ടിയുടെ വീഡിയോ വിശദമായിട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വണ്ടിപ്രാന്തൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. നമുക്ക് ഈ അമേസിനെ വിശദമായി തന്നെ പരിചയപ്പെടാം. ഇപ്പോൾ ഡീസൽ ഓട്ടോമാറ്റിക് ഒന്ന് ഓടിച്ചു നോക്കണ്ടായി ആ CVT ഒരു കാര്യമൊക്കെ കേട്ടപ്പോൾ കുറച്ച് നേരം മുന്നേ. എന്തായാലും അതിനുശേഷം അമേസ് നമ്മൾ ഓടിക്കുന്നത് ഇപ്പോഴാണ്. ഈ ഒരു വണ്ടിയുടെ പൂർണ്ണമായ കാര്യങ്ങളിലേക്ക് എടുക്കാണ് സ്വാഗതം. അപ്പോൾ ആദ്യം നമ്മൾ ഈ വാഹനത്തെ നടന്ന് കാണും, അതിനുശേഷം അകത്തെ കാര്യങ്ങളൊക്കെ പറയും, അതിനുശേഷം വണ്ടി റോഡിലേക്ക് എടുത്ത് ഓടിച്ചു നോക്കും. ഇനി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, കൂടാതെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാം, നോട്ടിഫിക്കേഷൻ കിട്ടണ്ടേ. സാധാരണ കാറുകളുടെ ആ ഒരു രൂപമേ അല്ല ഹോണ്ട അമേസിന്. അതായത് വ്യത്യസ്തമായ രൂപമുള്ളൊരു വണ്ടിയാണ് ഹോണ്ട അമേസ്. ഇതിൻ്റെ വശങ്ങളിൽ ക്രോം ഡോർ ഹാൻഡിൽ ഉണ്ട്, റിക്കറ്റ് സെൻസർ ഇരുവശത്തും കാണാം. കൂടാതെ മിററിൽ ഇൻഡിക്കേറ്ററൊക്കെ ഉണ്ട്. ബോഡി കളർ തന്നെയാണ് ആ ഒരു മിററൊക്കെ ഉള്ളത്. കൂടാതെ മോഡലായിട്ട് സൺറൂഫ് അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ ഇല്ല. ഒരു ഷാർക്ക് ഫിൻ തന്നെ കാണാം. ഈ ഒരു B പില്ലർ ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു ബോഡി ലൈൻ വലുതായി തന്നെ ആ ഒരു ടെയിൽ ലാമ്പ് മുതൽ ഹെഡ് ലാമ്പ് വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വലുതായി തുറക്കുന്ന, അതായത് നന്നായി തന്നെ തുറക്കുന്ന ഡോറുകളാണ്. അത്യാവശ്യം ഉയരം കൂടി ഉള്ളതുകൊണ്ട് സുഖമായി കയറിയിരിക്കുക എന്നുള്ളത് എടുത്തുകൊണ്ടൊരു കാര്യമാണ്. താഴെയായിട്ട് ഒരു ചെറിയ ബോഡിയായിട്ട് കട്ടിങ് കാണാം. ക്ലാഡിംഗ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ഇനി വീലുകളൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈ അലോയ് ഡിസൈൻ്റെ സൈസ് അല്ലെങ്കിൽ ഈ ടയറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 175, 65, R15 ആണ്. ഈ R15 സൈസ് എന്ന് പറയുന്നത് ശരിക്കും ആ വീൽ വെല്ല് ഫുള്ളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ വശങ്ങളിൽ കാണാൻ നല്ല മനോഹരമായൊരു ലുക്ക് ആ ഒരു ടയർ വീൽ കോമ്പിനേഷൻ കൊടുക്കുന്നുണ്ട്. ഇനി ഒരു വീലിൻ്റെ മുകളിൽ ഫെൻഡറിൽ ഒരു ബോഡി തന്നെ കാണാം. അപ്പോൾ മനോഹരം എന്ന് പറയുന്നതൊക്കെ കൂടുതൽ കൗതുകരം എന്ന് പറയുന്നതാണ് ഈ ഒരു അമേസിൽ ചേരുക. അത് ഈ അമേസിൻ ലുക്ക് അത്ര സുപരിചിതമല്ല. ഈ വണ്ടി വന്നപ്പോൾ തന്നെ സാധാരണ കാറുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ചതുരമായ ഒരു മുൻവശവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു വ്യത്യസ്തത കൊണ്ടുവരാനായിട്ട് ഹോണ്ട ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫേസ് ലിഫ്റ്റിലും കാര്യമായിട്ടുള്ള മാറ്റമൊന്നും തന്നെ ഇല്ല. എന്നിരുന്നാൽ കൂടിയും ആ ഒരു കാണാനുള്ള കൗതുകം അങ്ങനെ തന്നെ തുടരുന്നുണ്ട്. ഇപ്പോൾ പിൻഡോറും അത്യാവശ്യം വൈഡായി തന്നെ തുറക്കാം. തുറന്നു കഴിയുമ്പോൾ കയറിയിരിക്കാനൊക്കെ അത്യാവശ്യം നല്ല സ്ഥലമുണ്ട് കാണാം. അതായത് കോമ്പാക്ട് സെഡാനുകളിൽ അത്യാവശ്യം നല്ല ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ കൂടി ഈ ഒരു അമേസിനുണ്ട്. അതിനെ കുറിച്ച് പറയാം. കൂടാതെ ഒരു പിന്നിലെ ആ ഒരു ഗ്ലാസ്സിന് ഒരു ചെറിയ ക്വാർട്ടർ വിൻഡോ കൂടി കൊടുത്തിട്ടുണ്ട്. ഈ അമേസിൻ്റെ പിൻവശത്തിന് ഒരു ബോക്സി ഷേപ്പാണ്. അതിനകത്തേക്ക് ആ ഒരു ട്രങ്കിൻ്റെ ഡോറിലേക്ക് കയറി നിൽക്കുന്ന ആ ഒരു ടൈൽ ലാമ്പ് ഡിസൈൻ കണ്ടില്ലേ, ഈ ഒരു ടൈൽ ലാമ്പിന് ആ ഒരു C ഷേപ്പ് ഉണ്ട്. അതിനുള്ളതായിട്ട് ഇൻഡിക്കേറ്ററും ആ ഒരു റിവേഴ്സ് ലൈറ്റും കാണാം. അപ്പോൾ LED ബൾബും കൂടി ഒരു കോമ്പിനേഷനാണത്. VX വേരിയൻ്റാണ് i വിട്ടേക്കുന്നത്. പെട്രോൾ അതിനെ സൂചിപ്പിക്കുന്നു. ഇത് ഹോണ്ടയുടെ ലോഗോ ആണ്. അപ്പോൾ ഹോണ്ടയുടെ ലോഗോയുടെ മുകളിൽ കൊടുത്തുള്ള ആ ലിപ് സ്പോയിലർ മനോഹരമാണെന്ന് പറയാം. അമേസ് എന്നൊരു ബാഡ്ജ് കൂടി ഈ വണ്ടിക്കകത്തുണ്ട്. ഇപ്പോൾ പാർക്കിംഗ് സെൻസേഴ്സും റിവേഴ്സ് ക്യാമറയും കാണാം. കൂടാതെ താഴെയായിട്ടൊരു ക്രോം ഇൻസെർട്ട് കൂടിയുണ്ട്. ഇപ്പോൾ ഈ ഒരു ക്രോം ഇൻസെർട്ടും ആ ഇരുവശത്തും കൊടുത്തുള്ള റിഫ്ലക്ടറും ഈ ബെമ്പറിന് മനോഹാരത കൂടുന്നുണ്ട്. അതിന് താഴെയായിട്ടൊരു ചെറിയ ബ്ലാക്ക് ഇൻസെർട്ട് കൂടിയുണ്ട്. ഈ കാണുന്നതാണ് ടെയിൽ പൈപ്പ്. ഇത് ഡിഫോർ കാണാം. കൂടാതെ ഷാർക്ക് ഫിൻ തന്നെ ഒന്നുകൂടി വിശദമായിട്ട് ഇവിടുന്ന് കാണാൻ പറ്റും. ഞാൻ ഈ ബൂട്ട് തുറക്കാം. 420 ലിറ്ററാണ് ഈ ഒരു ബൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കോമ്പാക്ട് സെഡാനുകളിൽ അത്യാവശ്യം നല്ലൊരു ബൂട്ട് കൂടിയാണിത്. ഇപ്പോൾ ആസ്പെയറിനെ കമ്പയർ ചെയ്യുമ്പോൾ ആസ്പെയറിനേക്കാളും ബൂട്ട് സൈസ് ഉണ്ട് എന്നുള്ളത് നിസ്സംശയം പറയാം. കൂടാതെ ഈ ഒരു ട്രങ്കിൻ്റെ ലിഡ് കണ്ടോ, അതിനകത്ത് വയസ്സൊന്നും വിസിബിൾ അല്ല, കാർപ്പറ്റ് കൊടുത്തിട്ട് അതങ്ങ് കൺസീൽ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മൈന്യൂട്ട് കാര്യങ്ങളാണ്. പക്ഷേ ആ മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ തന്നെ ഈ വണ്ടിയെ മറ്റുള്ള വണ്ടികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നുണ്ട്. ഇനി ഒരു ഫ്ലോർ പൊക്കി കഴിയുമ്പോൾ ആ ഒരു സ്പെയർ വീൽ കാണാം. സ്പെയർ വീൽ എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. 175, 70, R14 അപ്പോൾ വീലുകളൊക്കെ 15 ആണെങ്കിലും സ്പെയർ വീല് 14 എന്നുള്ളതാണ്. ഹോണ്ട അമേസിൻ്റെ മുൻവശം മനോഹരം എന്ന് പറയുന്നതിനേക്കാൾ കൗതുകരം എന്ന് പറയുന്നതാണ് കൂടുതൽ ചേരുക. അതിന് കാരണമായിട്ട് പറയാനുള്ളത് ഈ ഒരു അമേസിൻ്റെ ബോക്സി ഷേപ്പ് ഏറ്റവും കൂടുതൽ എവിഡൻ്റ് ആവുന്നത് ഈ ഒരു മുൻവശത്താണ്. അപ്പോൾ ക്രോമിൻ്റെ അതിപ്രസരമുള്ളൊരു മുൻഭാഗമാണ് അമേസിൻ്റേത്. അതായത് ഈ ഹെഡ് ലാമ്പിൻ്റെ മുകളിൽ തുടങ്ങി ഈ ഗ്രില്ലായി മാറിയിട്ട് വീതി കൂടി ഈ ലോഗോയിലേക്ക് കൂടി ചേർന്നത് ഈ ഒരു ഹെഡ് ലാമ്പിൽ അവസാനിക്കുന്ന ക്രോം പ്ലേറ്റിംഗ് ഉണ്ട്. അതിന് താഴെയായിട്ട് 2 സ്ലാറ്റുകൾ കാണാം. സ്ലാറ്റുകൾക്കും ക്രോം ഇൻസെർട്ട് കാണുന്നുണ്ട്. കൂടാതെ ഫോഗ് ലാമ്പിനും കൂടി ആ ഒരു ക്രോം ഇൻസെർട്ട് ഉണ്ട്. അപ്പോൾ LED പ്രൊജക്ടർ ഹെഡ് ലാമ്പ് കാണാം. അതിനകത്ത് മൈന്യൂട്ട് ഡീറ്റെയിലിംഗ് ഉണ്ട്. DRL ഉണ്ട്. ഇനി വലിയ ബമ്പറാണ്. ആ ബമ്പറിൽ ലിപ്പെല്ലാം കൂടെ കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു എലമെൻറ്റുകളൊക്കെ കൂടി ചേർന്നിട്ട് തികച്ചും കൗതുകരമായിട്ടൊരു മുൻവശം തന്നെയാണ് ഈ ഒരു അമേസിൻ്റെ മുൻവശത്തിന് പറയാനുള്ളത്. ഇനി സ്ക്വയറിഷ് ആയിട്ടുള്ള ഈ ഒരു ബോണറ്റിൻ്റെ മുകളിൽ ആ ഒരു കർവി ഷേപ്പൊക്കെ കണ്ടില്ലേ. കൂടാതെ ബോഡി ലൈനൊക്കെ കാണാം. വലിയ ഗ്ലാസ് ഏരിയയാണ്. ആ ഗ്ലാസ് ഏരിയക്കകത്ത് ആ ഒരു വൈപ്പേഴ്സൊക്കെ തികച്ചും അടക്കി ഒതുക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു അമേസിന് 2 എഞ്ചിൻ ഓപ്ഷനുകളുണ്ട്. അതായത് ഡീസലും പെട്രോളും.
ഇത് 1.2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനാണ്. 90 പീസ് പവർ 110 Nm ടോർക്കുള്ള എഞ്ചിനാണിത്. കൂടാതെ ഡീസൽ എഞ്ചിൻ പറയുന്നത് 1.5 ID-Tech ആണ്. അപ്പോൾ ബൂട്ടിലിട്ടിന് ആ ഒരു കവറിംഗ് എല്ലാം കൊടുത്തു എന്ന് പറഞ്ഞു. ബോണറ്റിന് ഇൻസ്റ്റലേഷൻ ഇല്ല എന്നുള്ളത് എടുത്തു പറഞ്ഞിട്ട് കാര്യമാണ്. അപ്പോൾ വലിയൊരു എഞ്ചിൻ ആണ്. എന്തായാലും എഞ്ചിൻ്റെ പവറിനെ കുറിച്ചും ടോർക്കിനെ കുറിച്ചും അതിൻ്റെ ഒരു ബിഹേവിയറിനെ കുറിച്ചൊക്കെ കൊണ്ട് ഓടിക്കുമ്പോൾ പറയാം. 6.35 മുതൽ 11-15 ലക്ഷം രൂപ വരെയാണ് ഈ ഒരു അമേസിൻ്റെ വിവിധ വകഭേദങ്ങളുടെ വില വ്യത്യാസം എന്ന് പറയുന്നത്. അതായത് വില എന്ന് പറയുന്നത് ഇപ്പോൾ ബേസ് മോഡൽ അത്യാവശ്യം നല്ലൊരു വാല്യൂ ഫോർ മണിയാണെന്ന് തോന്നുന്നു ആ ഒരു വിലയ്ക്ക്. അപ്പോൾ ഈ ഒരു സ്റ്റിയറിങ്ങിന് ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്, റീച്ച് ഇല്ല. ഈ ഒരു ബട്ടൺസൊക്കെ തന്നെ മനോഹരമാണെന്ന് പറയാം. അതായത് ഈ ഒരു ക്രൂയിസ് കൺട്രോൾ ബട്ടൺ ആണെങ്കിലും അതല്ലെങ്കിൽ ഈ ഒരു സോഴ്സ് മീഡിയ ബട്ടൺ ആണെങ്കിലും ഈ ടെലിഫോണിക് കൺട്രോൾസ് ആണെങ്കിലും അധികം ക്ലട്ടറൊന്നും അല്ലാതെ വളരെ ലളിതമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു അലുമിനിയം ഫിനിഷ് കാണാം. ലെതർ റാപ്പഡ് അല്ല സ്റ്റിയറിംഗ് എന്ന് വേണമെങ്കിൽ പോരായ്മയായിട്ട് പറയാം. പിന്നെ ഒരു കാര്യം പറയുന്നത് മീറ്റർ കൺസോളിൻ്റെ ഈ ഒരു സ്റ്റാക്ക് എന്ന് പറയുന്നത് ആ ഒരു മീറ്റർ കൺസോളിൻ്റെ മുകളിൽ തന്നെയാണ്. അതായത് മോഡേൺ കാറുകൾക്ക് തുല്യമായിട്ടുള്ള സ്റ്റിയറിംഗ് കൺട്രോൾസ് ആ ഒരു മീറ്റർ കൺസോളിൽ ഇല്ല എന്നുള്ളതാണ്. വണ്ടി ഓണായി വരുമ്പോൾ ഒരു ഇനീഷ്യൽ സ്വൈപ്പ് ചെയ്യുന്നുണ്ട് 2 മീറ്ററുകളും. അപ്പോൾ സ്പീഡോമീറ്ററും ടാക്കോമീറ്ററും കാണാം. ഈ ടാക്കോമീറ്ററിൽ 6500 റെഡ് ലൈൻ മാർക്ക് ചെയ്യണം. അതിനെക്കുറിച്ച് വണ്ടി ഓടിക്കുമ്പോൾ പറയാം. അപ്പോൾ സ്പീഡോമീറ്റർ ആണെങ്കിലും ടാക്കോമീറ്റർ ആണെങ്കിലും അത്യാവശ്യം ലളിതമാണ്, ലാളിത്യമാണ് അതിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. നടുവിലായിട്ട് MID ഉണ്ട്. MIDയിൽ കാര്യമായിട്ട് ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ഉണ്ട്. അതായത് ട്രിപ്പ് A, ട്രിപ്പ് B, റേഞ്ച്, ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി, കൂടാതെ ആ ഒരു എഞ്ചിൻ ടെമ്പറേച്ചർ, ഫ്യൂൽ മീറ്റർ അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ കാണാം. വാണിംഗ് ലൈറ്റുകൾ കൂടി അതിനകത്ത് തന്നെയാണ്. ഇപ്പോൾ ട്രിപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളോട് ടോഗിൾ ചെയ്യാനും ഈ ഒരു സ്റ്റാക്കാണ് അല്ലെങ്കിൽ ഈ ഒരു നോബാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. ഇനി ഓട്ടോ ഹെഡ്ലാംപ്സ് ആണ്, ഓട്ടോ വൈപ്പേഴ്സ് അല്ല. കൂടാതെ ഈ ഒരു ഡാഷ്ബോർഡ് കാണാൻ മനോഹരമാണെന്ന് പറയേണ്ടതുണ്ട്. അതായത് മെറ്റൽ ഇൻസെറ്റൊക്കെ കൊടുത്തിട്ട് വൃത്തിയായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത ചെറിയ സ്ക്രീനൊക്കെ വെച്ചിട്ട് മനോഹരമായ ഒരു ഡാഷ്ബോർഡ് ഡിസൈനാണ് ഈ ഒരു അമേസിൻ്റേത്. ഈ AC കൺട്രോൾസിൻ്റെ സ്വിച്ചുകൾ തന്നെ സോഫ്റ്റ് ടച്ച് ആണ്. കൂടാതെ ആ ഒരു ഡിസ്പ്ലേ കൊടുത്തിട്ടുള്ള ഗ്രാഫിക്സ് തന്നെ മനോഹരമാണെന്ന് പറയാം. ഈ ഒരു നോബിനെ കൊടുത്തിട്ടുള്ള പാറ്റേൺ ഈ ഒരു വണ്ടിക്ക് ഒരു പ്രീമിയം ഫീൽ നൽകുന്നുണ്ട്. താഴെയായിട്ട് 12 വോൾട്ട് ഔട്ട്ലെറ്റ് കാണാം. കൂടാതെ 1.5A 1A 2 USB ചാർജറുണ്ട്. സ്റ്റോറേജ് സ്പേസുകളുടെ ബഹളമാണ് മുന്നിൽ. അതായത് വലിയ സ്റ്റോറേജ് സ്പേസും കപ്പ് ഹോൾഡേഴ്സും കാണാം. ഇനി ഈ ഒരു ഗിയർ ലിവർ ഉണ്ടല്ലേ, കുറച്ചുകൂടി എർഗണോമിക്കലി പെർഫെക്റ്റ് ആണ് ഗിയർ ലിവർ എന്ന് കാണാം. നമ്മുടെ കൈക്ക് വെൽ സൂട്ടറാണ്. കൂടാതെ ചെറിയ നോബാണ്. ഇതൊരു 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഈ ഗിയർ ലിവറിന് ചുറ്റും കൊടുത്തുള്ള ആ ഒരു ബൂട്ടിന് ഒരു ക്രോം ഇൻസൈഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ആംറസ്റ്റ് ഇല്ല എന്നുള്ളൊരു പോരായ്മയാണ്. പക്ഷേ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഹാൻഡ് ബ്രേക്കിൻ്റെ പിന്നിലായിട്ടുണ്ട്. നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള നല്ല ബോൾസ്റ്റിങ്ങുള്ള നല്ല ഫാബ്രിക് സീറ്റാണ്. ഇരിക്കാനായിട്ട് നല്ല സുഖമുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി സൺവൈസറിൽ ഡ്രൈവർ സൈഡിൽ കാര്യമായിട്ട് ഒന്നുമില്ല. പക്ഷേ പാസഞ്ചർ സൈഡിലൊരു മിറർ കാണാം. ഈ ഒരു വണ്ടിക്ക് ഈ ഒരു ഓട്ടോ ഡിമ്മിങ് ഇല്ലാത്ത ഇൻറ്റീരിയർ മിറർ പോരായ്മയായിട്ട് പറയുന്നില്ല. കാരണം ഇപ്പോൾ വരുന്ന കൂടിയ വണ്ടികൾ കൂടി അത് അങ്ങനെ തന്നെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ക്യാബിൻ ലൈറ്റുകളുടെ ഡിസൈൻ മനോഹരമാണ്. സ്വിച്ചുകളൊന്നും കൊടുത്തിട്ട് ക്ലട്ടറൊന്നും കൊടുത്തിട്ടില്ല. ആ ഒരു ലൈറ്റ് തന്നെയാണ് ആ സ്വിച്ച് എന്ന് പറയുന്നത്. ക്യാബിൻ ലൈറ്റുകളെ കുറിച്ച് പറയുമ്പോൾ മുന്നിലും പിന്നിലും ലൈറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഗ്ലോ ബോക്സിനകത്ത് അത്യാവശ്യം സ്ഥലമുണ്ടെന്ന് കാണാം. പക്ഷേ പ്ലാസ്റ്റിക് എല്ലാം ഹാർഡാണ്. ഈ ഒരു ഗ്ലോ ബോക്സിൻ്റെ ഒരു കാര്യത്തിൽ പറയുന്നത് ഒരു ചെറിയ കാർഡ് ഹോൾഡർ കൂടി ഉണ്ട് എന്നുള്ളതാണ്. അത്യാവശ്യം വിസ്തരിച്ചിരിക്കാവുന്ന ഒരു അകത്തളമാണ് ഹോണ്ട അമേസിൻ്റേത്. നല്ല ലെഗ് റൂം ഉണ്ട്, നല്ല തൈ സപ്പോർട്ട് ഉണ്ട്, നല്ല ഹെഡ് റൂം ഉണ്ട്. ഇനി ഡോർ പാഡുകളിൽ സ്പീക്കേഴ്സ് ഉണ്ട്. കൂടാതെ ഡോർ ലോക്ക് ബട്ടണൊക്കെ തന്നെ ഈ ഒരു ആംറസ്റ്റ് തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ ഈ ഒരു ഫ്രണ്ട് ഡ്രൈവർ സൈഡ് വിൻഡോയ്ക്ക് മാത്രമേ ഉള്ളൂ. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് അതിന് മുന്നിലായിട്ട് കാണാം. ഈ ഒരു ആംറസ്റ്റിന് അല്ലെങ്കിൽ ഈ ഒരു ഡോർ ഹാൻഡിലിന് കൊടുത്തിട്ടുള്ള ഈ ഒരു കട്ടിങ്ങിൽ ഒരു ചെറിയ പൊന്തിരിക്കുന്ന ഭാഗമുണ്ട്. അപ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നതാണ് ഡോർ അടയ്ക്കുമ്പോൾ. ഫാബ്രിക് ഇൻസൈഡ് ഉണ്ട്, മെറ്റൽ ഇൻസൈഡ് കൂടി ഈ ഒരു ഡോർ പാഡിനുണ്ട്. അപ്പോൾ ബ്ലാക്കും ബീജുമാണ് ഈ ഒരു വണ്ടിക്കകത്തെ തീം എന്ന് പറയുന്നത്. അത്യാവശ്യം വിസ്താരമായിരിക്കാവുന്ന അകത്തളം ഞാൻ പറഞ്ഞു. കൂടാതെ അത്യാവശ്യം ഏറിയ ഫീലിംഗ് ഉള്ള ഒരു അകത്തളം കൂടിയാണ് ഈ ഒരു അമേസിൻ്റേത്. ഇനി മീഡിയ സ്ക്രീനിലേക്ക് വന്നാൽ ഈ മീഡിയ സ്ക്രീനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓഡിയോ അല്ലെങ്കിൽ USB വീഡിയോ, ബ്ലൂടൂത്ത് ഓഡിയോ, കണക്ടിവിറ്റി. ഈ കണക്ടിവിറ്റിക്കകത്ത് നമ്മളൊന്നും കണക്ട് ചെയ്തിട്ടില്ല. പിന്നെ ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ തന്നെ കാണാം. ഇനി ഞാൻ ഈ ഒരു മീഡിയം സ്ക്രോൾ ചെയ്യട്ടെ. അത്യാവശ്യം റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു മീഡിയം തന്നെ പറയാം. ഇപ്പോൾ സെറ്റിംഗ്സിനകത്ത് ലാംഗ്വേജ് അല്ലെങ്കിൽ വാൾപേപ്പർ തീം, സ്ക്രീൻ ലൈറ്റ് കസ്റ്റമൈസേഷൻ, കണക്ഷൻ്റെ കാര്യം വരും, ബ്ലൂടൂത്ത് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങൾ കാണാം. ആപ്പിൾ കാർപ്ലേ ഉണ്ട്, ആൻഡ്രോയിഡ് ഓട്ടോ ഉണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു അമേസിൻ്റേത്. ഇനി റിവേഴ്സ് ക്യാമറയെ കുറിച്ച് പറയാം. റിവേഴ്സ് ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ റിവേഴ്സ് ഇടുകയാണ്. ഈ റിവേഴ്സ് ക്യാമറയ്ക്ക് 3 സെറ്റിംഗ്സ് ഉണ്ട്. അതായത് നമുക്ക് അടുത്ത് കാണാനും അകലം കാണാനും പറ്റുന്നതാണ്. ആ ഒരു 3 സെറ്റിംഗ്സിൽ മികച്ചൊരു ഡിസ്പ്ലേ കൂടി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അഡാപ്റ്റീവ് അല്ല ആ ലൈനിങ് എന്ന് പറയുന്നത്. എന്നിരുന്നാൽ കൂടി അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു റിവേഴ്സ് ക്യാമറ ആണ് ഈ ഒരു വണ്ടിക്കകത്തുള്ളത്. ഇനി സൗണ്ടിന് ഈക്വലൈസർ പ്രെസറ്റ്സ് ഉണ്ട്. കൂടാതെ ഈ ഒരു ഫേഡർ ബാലൻസ്, ആ ഒരു ഫേഡർ ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു റെസ്പോൺസീവിനെ കുറിച്ച് പറയാം. അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണത്. അത് എടുത്തുകൊണ്ടൊരു കാര്യമാണ്. ഈ ഒരു അമേസിനകത്ത് വേറൊരു കുറവായിട്ട് കണ്ട കാര്യം സീറ്റ് ബെൽറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റുള്ള സീറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റുള്ള ഒരു സീറ്റ് ബെൽറ്റ് ഒരു കോമ്പിനേഷൻ ആണല്ലോ. അതുകൊണ്ട് പറഞ്ഞു മാത്രമേ ഉള്ളൂ. അതൊരു കുറവൊന്നുമല്ല. അതായത് നമുക്ക് ഇരിക്കുമ്പോൾ കൃത്യമായിട്ട് തന്നെയാണ് സീറ്റ് ബെൽറ്റിൻ്റെ ഒരു പൊസിഷനും ഒക്കെ എന്നാലും പറഞ്ഞെന്നുള്ളൂ. ഈ ഗ്രാബ് ഹാൻഡിലൊക്കെ തന്നെ ഫിക്സഡാണ്, സ്പ്രിംഗ് ലോഡർ അല്ല.
ഇനി സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വലതുവശത്താണ്. അതിന് താഴെയായിട്ട് കുറേ ഡമ്മി ബട്ടൺസ് ഉണ്ട്. ഈ ഒരു ഹെഡ് ലാമ്പ് ലെവൽ അഡ്ജസ്റ്റ്മെൻറ്റും കാണാം. താഴെയായിട്ട് ഫ്യൂവൽ ഫ്ലാപ്പും അല്ലെങ്കിൽ ബോണറിൻ്റെ ഫ്ലാപ്പും രണ്ട് കളറുകളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ സെയിം ഡിസൈൻ തന്നെയാണ്. ഞാൻ മുന്നിലിരുന്നപ്പോൾ പറഞ്ഞ ആ ഒരു വിസ്തരിച്ച സീറ്റുകളുടെ കാര്യം പിന്നിലും സെയിം ആണ്. അതായത് അത്യാവശ്യം നല്ല ലെഗ് റൂം ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ വണ്ടി ഓടിച്ചു വന്ന സീറ്റിംഗ് പൊസിഷനിൽ എനിക്ക് 2 ഇഞ്ചോളം ലെഗ് സ്പേസ് ഉണ്ട്. അപ്പോൾ സ്കൂപ്പ് ചെയ്തിട്ടുള്ള ഈ സീറ്റുകൾ സഹായിക്കുന്നുണ്ട്. മാപ്പ് പോക്കറ്റുകൾ കാണാം. ഇപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് എ സിയാണ്. അതായത് നന്നായി കൂളാവുന്ന ഒരു എ സിയാണ്. അതുകൊണ്ട് തന്നെ റിയർ എ സി വെന്റുകളുടെ പോരായ്മ അത്രമാത്രം പ്രകടമല്ല. വണ്ടി പെട്ടെന്ന് തന്നെ തണുക്കുന്നുണ്ട്. ഇനി പിന്നിലായിട്ട് ഒരു 12 വോൾട്ട് സോക്കറ്റ് ഉണ്ട്. കൂടാതെ ഫ്ലൂർ ഹമ്പ് അത്ര വലുതൊന്നുമല്ല. 3 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. പക്ഷേ 3 ഹെഡ് റെസ്റ്റുകളില്ല, 2 ഹെഡ് റെസ്റ്റുള്ളൂ. കൂടാതെ ഈ ഒരു ബെൽറ്റ് എന്ന് പറയുന്നത്, മൂന്നാമത്തെ ആളുടെ ബെൽറ്റ് എന്ന് പറയുന്നത് ലാബ് ബെൽറ്റാണ്. ഒരു ആംറസ്റ്റിൽ കപ്പ് ഹോൾഡേഴ്സ് കാണാം. അപ്പോൾ അത്യാവശ്യം ഹെഡ് റൂമുള്ള, അത്യാവശ്യം ലെഗ് റൂമുള്ള, അത്യാവശ്യം നന്നായി ഇരുന്ന് യാത്ര ചെയ്യാവുന്ന ഒരു വകത്തളമാണ് ഹോണ്ട അമേസിൻ്റെത്. ഈ ഒരു ഇന്റീരിയറിൻ്റെ ഒരു കളർ തീമ കൂടി ചേർന്നിട്ട് അത്യാവശ്യം നല്ല എയർ ഫീലിംഗ് ഉണ്ട്. അപ്പോൾ തികച്ചും സുഖകരമായിരുന്ന് യാത്ര ചെയ്യാവുന്ന ഒരു അകത്തളം തന്നെ ഈ ഒരു ഇന്റീരിയറിനെ പറയാം. പിന്നെ പിന്നിലെ ഡോറിൽ സ്പീക്കേഴ്സ് കാണാം. ബോട്ടിൽ ഹോൾഡേഴ്സ് ഉണ്ട്. ആ ഒരു ഫാബ്രിക് ഇൻസൈഡ് ഉണ്ട്. മുന്നിലെ ഡോറിന് വിഭിന്നമായിട്ട് പിന്നിലെ ഡോറിൽ അലുമിനിയം ഇൻസൈഡ് ഇല്ല എന്നുള്ളതാണ്. നമ്മൾ ഹോണ്ട അമേസിൻ്റെ 1.2 ലിറ്റർ പെട്രോൾ മാനുവൽ ഓടിക്കുകയാണ്. വിറയലും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് സ്മൂത്തായിട്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് എടുക്കുന്നതിന് മുന്നേ 1-2 കാര്യങ്ങൾ പറയാം. ഈ വണ്ടിക്ക് 2 എഞ്ചിൻ ഓപ്ഷൻസ് ഉണ്ട്, ഓട്ടോമാറ്റിക്കും. ഈ ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് AMT അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല, CVT ആണ്. അപ്പോൾ ഡീസലിനോട് ചേർന്നിട്ടുള്ള CVT എന്നുള്ള അപൂർവ ഒരു കോമ്പിനേഷൻ കൂടി ഈ ഒരു കോമ്പാക്ട് സെഡാൻ സെഗ്മെൻറ്റിൽ അമേസിനുണ്ട്. അങ്ങനെ മെല്ലെ വണ്ടി എടുക്കാം. ആദ്യമായിട്ട് 1-2 മിത്ത് ബസ്റ്റ് ചെയ്യാം. അതായത് പഴയ അമേസിനെ കുറിച്ച് കുറേ ആൾക്കാർ പറഞ്ഞു, തീരെ വലിയില്ലാത്തൊരു വണ്ടിയാണ്, ആൾ കയറി കഴിഞ്ഞാൽ വണ്ടി എടുക്കാൻ പറ്റില്ല, ഓടിക്കുമ്പോൾ കയറ്റം കയറില്ല, കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു പുതിയ അമേസിൽ, ഞാൻ പഴയ അമേസ് ഓടിച്ചിട്ടോ, ഈ ഒരു പുതിയ അമേസിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വെറും വൃഥ വാക്കുകളാണെന്ന് പറയാം. അതായത് വണ്ടി ചുമ്മാ കാലെടുത്താൽ കയറി പോകുന്നുണ്ട്. വണ്ടി അത്യാവശ്യം നല്ല പവർഫുള്ളാണ്. അതായത് 1.2 ലിറ്റർ 90 PS എന്ന് പറയുമ്പോൾ ആ ഒരു പവർ ടോർക്ക് ഫിഗറുകളുടെ ആ ഒരു അവസ്ഥ അറിയാൻ പറ്റുള്ളൂ. അതായത് 90 PS 110 Nm ആണ് എൻ്റെ ഒരു പവർ ടോർക്ക് ഫിഗറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പവർ ടോർക്ക് ഫിഗറുകൾക്ക് അനുസരിച്ചുള്ള ഒരു വലിയും ഒക്കെ കാര്യങ്ങളൊക്കെ വണ്ടിക്ക് ഉണ്ട് എന്നുള്ള പറയണത്. അതായത് അത്യാവശ്യം നല്ല ഡ്രൈവബിൾ ആണ് എന്നുള്ളത് തന്നെ പറയാം. ഞാൻ ഒന്ന് കാല് കൊടുത്ത് എടുക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് കാലെടുത്തു. അതായത് ലീഗൽ സ്പീഡിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു വണ്ടി കൈവരിക്കുന്നുണ്ട്, ആ ഒരു സ്പീഡെന്ന് പറയുന്നത്. പിന്നെ 2-3 കാര്യങ്ങൾ എടുത്തെടുത്ത് പറയേണ്ടത്, ഒന്നെന്ന് പറയുന്നത് ഒരു ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യമാണ്. അതായത് കോമ്പാക്ട് സെഡാൻ സെഗ്മെൻറ്റിൽ ഇപ്പോൾ ആസ്പയർ ആയിരിക്കും ഒബ്വിയസ്ലി ഞാൻ കമ്പയർ ചെയ്യാം. ആസ്പയറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഡിസൈറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഓവറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഹാൻഡ്ലിംഗ് ഉണ്ട് ഈ ഒരു അമേസിൽ എന്നുള്ളത് എടുത്ത് പറയാം. പിന്നെ സിറ്റി ട്രാഫിക്കിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ, അതായത് ഇപ്പോൾ സിറ്റി ട്രാഫിക്കിൽ ഓടിക്കുന്ന ഒരു അവസ്ഥ കൂടി ഹൈവേയിൽ നമുക്ക് കിട്ടും. കാരണം അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട്. അങ്ങനെ ഓടിക്കുമ്പോൾ വലിയ ഗിയറിൽ കുറഞ്ഞ സ്പീഡിൽ ഓടിക്കുക എന്നുള്ളത് വലിയ കാര്യമായിട്ട് പറയാം. അതായത് 3ാമത്തെ ഗിയറിലൊക്കെ നമുക്ക് ഓടിക്കാം. അപ്പോൾ അതൊരു നല്ല ഡ്രൈവബിലിറ്റിയുടെ കാര്യമല്ലേ. ഇനി ഗിയർ ഷിഫ്റ്റിൻ്റെ കാര്യം പറയണം. ഈ ഒരു ലൈലാൻഡോ അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു ഭാരത് ബെൻസൊക്കെ മുന്നിൽപ്പെട്ട ആ വണ്ടിയുടെ മൂഡ് മാത്രമേ കാണുള്ളൂ കുറേ ദൂരം, ഒന്നും ചെയ്യാല്ല. അതായത് ലോറികൾ പോകുന്നത് ലെഫ്റ്റ് സൈഡിലാണ് എന്നുള്ളത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട്. അതാണ് റൂൾ എന്നുള്ളതൊക്കെ എല്ലാവർക്കും ആരും ചെയ്യാം, പക്ഷേ ആരും ചെയ്യില്ല. ഇപ്പോൾ നമ്മുടെ കേരള രജിസ്ട്രേഷനാണ് വണ്ടി, എന്ത് ചെയ്യണം. അപ്പോൾ അതാണ് കേട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞ ഗിയർ ഷിഫ്റ്റിൻ്റെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കൈക്ക് ഇണങ്ങുന്ന ഒരു പൊസിഷനാണ് എൻ്റെ ഗിയർ ഷിഫ്റ്റർ എന്നുള്ളത് ഒരു വലിയ മികവാണ്. അതായത് തീർത്തും എർഗണോമിക്കലി പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പൊസിഷനാണ് ആ ഗിയർ ഷിഫ്റ്റർ. അത് മാത്രമല്ല നല്ല കൃത്യതയോട് വീഴുന്ന ക്ലിക്ക് സൗണ്ടിൽ വീഴുന്ന ഗിയർ ഷിഫ്റ്ററാണ്. അപ്പോൾ അതൊരു നല്ല കോമ്പിനേഷനാണ്. ഇപ്പോൾ ഒന്ന് കാര്യം എടുക്കാം. അപ്പോൾ എർഗണോമിക്കലി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് ഈ ഗിയർ ഷിഫ്റ്റ് എന്ന് പറഞ്ഞു. ഇതൊരു 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഈ ഗിയർ ഷിഫ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു എഞ്ചിൻ ഗിയർ ബോക്സ് കോമ്പിനേഷൻ മികച്ചതാണ്. അതായത് 6500 RPM ഈ ഒരു വണ്ടിയുടെ റെഡ് ലൈൻ മാർക്ക് ചെയ്യുന്നത്. അങ്ങനെ റെഡ് ലൈൻ മാർക്ക് ചെയ്ത് ആ റെഡ് ലൈനിലേക്ക് വണ്ടി വലിച്ചെത്തി പോകുന്നുണ്ട്. അതായത് നല്ല റേവ് ഫ്രണ്ട്ലി എഞ്ചിനാണ് ഈ ഒരു IV ടെക് പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പെട്രോൾ എഞ്ചിനുള്ള മികച്ച എഞ്ചിൻ എന്ന് പറയുന്നത് K series അല്ലെങ്കിൽ ഹോണ്ട 4 സിലിണ്ടറൊക്കെയാണ് നമ്മൾ പറയാറുണ്ട്. ആ ഒരു കാര്യത്തിലും നല്ല ഡ്രൈവബിൾ ആയിട്ടുള്ള നല്ല ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു എഞ്ചിൻ എന്ന് കൂടി ഒരു എഞ്ചിനെ പറയാം. ഇപ്പോൾ നമ്മുടെ ഒരു സാധാരണ ഒരു RPM വണ്ടി ഓടിക്കുന്നത്, ഒരു 1500-2000 RPM വണ്ടി ഓടിക്കുന്നെങ്കിൽ ഒരു സൗണ്ടും അധികമില്ല. പക്ഷേ നമ്മൾ കാല് കൊടുത്ത് എടുത്താൽ കൂടി RPMലേക്ക് ആ ഒരു എഞ്ചിൻ്റെ നോട്ട് അകത്തേക്ക് വരുന്നത്. അങ്ങനെ വരുമ്പോൾ തന്നെ അതൊരു സ്വീറ്റ് നോട്ടാണ് എന്നുള്ളത് പറയേണ്ടതുണ്ട്. അപ്പോൾ ലീഗൽ സ്പീഡിലേക്ക് പെട്ടെന്ന് എത്തുമെന്നുള്ള ഒരു കാര്യം ഒരു നല്ല കാര്യമായിട്ട് പറയാം. അതാണ് നമ്മുടെ ഏറ്റവും മെയിനായിട്ട് കാര്യം. അതായത് കോമ്പാക്ട് സ്റ്റേഷനൊക്കെ നോക്കുന്ന ആളുകൾക്ക് A to B നന്നായി ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റണം. അത് മാത്രമല്ല ഇടയ്ക്കൊന്ന് കുന്തളിപ്പ് കാണിച്ച് ചവിട്ടുകുത്തി പോകാനും പറ്റണം. നല്ല സ്മൂത്ത് ആയിരിക്കണം, നല്ല ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിരിക്കണം. അങ്ങനെയുള്ള കുറച്ച് റിക്വയർമെൻ്റ് ഒക്കെ ആണെങ്കിൽ ആ ഒരു റിക്വയർമെൻറ്റിലൊക്കെ മികച്ചു നിൽക്കുന്ന ഒരു വണ്ടി എന്ന് ഒരു അമേസിനെ പറയാം. അപ്പോൾ പുതിയ അമേസ് പഴയ അമേസ് നമ്മൾ കമ്പാരിസൺ അല്ല ഈ വീഡിയോ. ഇത് പ്രോപ്പർലി ഒരു വണ്ടിയുടെ റിവ്യൂ ആണ്. അതായത് പഴയ അമേസ് പെട്രോൾ ഞാൻ ഓടിച്ചിട്ടില്ല, ഡീസൽ CVT ആണ് ഓടിച്ചിട്ടുള്ളത്. അതൊരു കമ്പാരിസൺ സാധ്യമല്ലോ. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഈ ഒരു സ്റ്റിയറിങ്ങിന് ലെതർ റാപ്പിംഗ് അല്ല എന്നുള്ളതുകൊണ്ട് വെയിലത്ത്, അതായത് ചൂടെടുക്കുമ്പോൾ, അതായത് കുറേ ഹീറ്റൊക്കെ ഉണ്ടെങ്കിൽ കൈ വേർക്കുന്നുണ്ട്. അതൊരു പോരായ്മയാണ്. അപ്പോൾ തമ്പ് കോൺട്രോക്കെ തന്നെ ഉണ്ട്.
പിന്നെ മീറ്ററിലെ ട്രിപ്പ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങോട്ട് കൈയെത്തിക്കണം ഞാൻ നേരത്തെ വാക്കറൗണ്ടിൽ പറഞ്ഞു. അപ്പോൾ ആ ഒരു കാര്യമൊന്നും ഇനി എടുത്ത് പറയുന്നില്ല. നല്ല ബ്രേക്കുകളാണ്, ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രമ്മുമാണ്. അപ്പോൾ ചവിട്ടി കഴിഞ്ഞാൽ ചവിട്ടിയെടുത്ത് നിൽക്കുന്നുണ്ട്, പിടിച്ചെടുത്ത് നിൽക്കുന്നുണ്ട്. ആ ഒരു നല്ല കാര്യമായിട്ട് പറയാം. പിന്നെ ആ ഒരു മാരകമായ പവറിലെ വണ്ടിയൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായി തന്നെ നിയന്ത്രിച്ച് കൊണ്ടെടുക്കാൻ പറ്റുന്ന ബ്രേക്കും അല്ലെങ്കിൽ സസ്പെൻഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അമേസിനുള്ളത്. കൂടാതെ സ്പേഷ്യസ് ആണ് വണ്ടി. അപ്പോൾ എനിക്ക് തോന്നുന്നു അമേസിൻ്റെ ഒരു USP എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു സ്പേഷ്യസ് ആണെന്നുള്ളത്. അത് മാത്രമല്ല അടുത്തൊരു USP പറയുന്നത് ആ ഡീസൽ CVT കോമ്പിനേഷനാണ്. അതായത് അങ്ങനെ ഒരു കോമ്പിനേഷൻ അപൂർവമായിട്ടൊരു കോമ്പിനേഷനാണ് നമ്മുടെ ഒരു 11 ലക്ഷത്തിലുള്ളത്. 11 ലക്ഷത്തിൻ്റെ പുറത്താണ് ഇതിൻ്റെ ടോപ്പ് തന്നെ വില. അങ്ങനെ പറഞ്ഞു 10 ലക്ഷത്തിൽ താഴെ എന്ന് പറയാത്തത്. സിറ്റി ഡ്രൈവിങ്ങിലും ട്രാഫിക്കിലൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ ലൈറ്റ് ക്ലച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എഫേർട്ട്ലെസ് ആയിട്ട് വണ്ടി ഓടിക്കുക എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. അതായത് ഒട്ടും എഫേർട്ടില്ലാതെ ഓടിക്കാവുന്ന ഒരു വണ്ടിയാണ് ഈ ഒരു അമേസിൻ്റെ പെട്രോൾ മാനുവൽ എന്ന് പറയുന്നത്. ഇനി വെറുതെ വേണമെങ്കിൽ ഒന്ന് കമ്പയർ ചെയ്യാം ആസ്പെയർ പെട്രോളായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഓറ പെട്രോളായിട്ടോ അല്ലെങ്കിൽ ഡിസൈറായിട്ടോ കമ്പയർ ചെയ്യാം. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോഴും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വണ്ടി എന്ന് തന്നെയാണ് ഈ ഒരു അമേസിനെ പറയാനുള്ളത്. അത് മാത്രമല്ല ഈ ഒരു അമേസിൻ്റെ 4 സിലിണ്ടർ എൻജിൻ പ്രത്യേക പരാമർശം അറിയിക്കുന്നുണ്ട്. അതായത് എല്ലാവരും 4 സിലിണ്ടർ മാറി 3 സിലിണ്ടറിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ഞാൻ പറയുമ്പോൾ K സീരീസ് എൻജിൻ മാറ്റി എടുത്തേക്കൂ, ഡിസൈറിനെ ഉൾപ്പെടുത്തിയില്ല. അതുമാത്രമല്ല ഓറയും 4 സിലിണ്ടർ ആണല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ 4 സിലിണ്ടറുകൾ മാറി 3 സിലിണ്ടറിലേക്ക് എത്തി, 3 സിലിണ്ടർ ടർബോ വന്നു. എന്നിരുന്നാൽ കൂടി ഈ ഒരു വണ്ടി അതായത് നമ്മുടെ ഒരു അമേസ് എന്ന് പറയുന്നത് സ്റ്റിൽ 4 സിലിണ്ടർ എന്നെയാണ്, നാച്ചുറലി ആസ്പിറേറ്റഡ് ആണ്. അപ്പോൾ ഓടിക്കാൻ രസമുള്ള അത്യാവശ്യം ഫ്യൂലേഷൻ ആയിട്ടുള്ള എന്നാൽ ഇടയ്ക്കൊന്ന് കുന്തളിപ്പ് കാണിച്ച് ഹൈ റെവ് ചെയ്ത് റെഡ് ലൈനിൽ എത്തിച്ച് ഓടിക്കാവുന്ന ഒരു വണ്ടി എന്നൊക്കെയാണ് ഈ അമേസിനെ പറയാനുള്ളത്. അപ്പോൾ അമേസിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ, അതായത് ഈ വണ്ടിയുടെ ഞാൻ ഓടിച്ചിട്ട് ഉള്ളൊരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഹാച്ച് ബാക്കുകൾ വാങ്ങുന്ന ആളുകൾ കുറച്ചുകൂടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു ബേസ് മോഡലും മതി. ഈ ഒരു 4 സിലിണ്ടർ എഞ്ചിനും ഈ ഒരു 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് കോമ്പിനേഷനും ഈ സ്പേഷ്യസ് ആയിട്ടുള്ള ഇൻറ്റീരിയറും അല്ലെങ്കിൽ ഈ കാണാനൊരു വ്യത്യസ്തമായ രൂപ കൂടിയായിട്ട് അത്യാവശ്യം നല്ലൊരു വണ്ടി എന്നുള്ള നിലയ്ക്കാണ് അമേസിനെ കാണാനാവുക. അത് തന്നെയാണ് അമേസിൻ്റെ ആ ഒരു USP അല്ലെങ്കിൽ യൂണിക് സെല്ലിംഗ് പോയിന്റ്. ഈ ഒരു പെട്രോൾ മോഡലിൽ ഇപ്പോൾ ഡീസലിൻ്റെ ഞാൻ കാര്യം പറഞ്ഞു, ഡീസലിൻ്റെ ഒരു CVT നല്ലതാണ്. എല്ലാവരും ഡീസൽ ഓട്ടോമാറ്റിക്കുകൾ നോക്കുന്ന ആളുകളല്ലാത്തതുകൊണ്ട് പെട്രോളിൻ്റെ കാര്യം കൂടി പറയണം. അപ്പോൾ ഞാൻ ഒന്നുകൂടി കാലെടുക്കുകയാണ്. കാലെടുക്കാൻ പറയുമ്പോൾ 3rd ഗിയർ ഇട്ടു, 2nd ഗിയർ ആക്കി. അതായത് 2nd ഗിയറിൽ 100 കിലോമീറ്റർ സ്പീഡിൽ മുട്ടുന്നൊരു വണ്ടി എന്ന് കൂടി അമേസിനെ പറയാം. അപ്പോൾ അതൊരു കൗതുകത്തിന് പറഞ്ഞാണ്. അപ്പോൾ ഓടിക്കാൻ നല്ല രസമുണ്ട്, നല്ല ഫൺ ഫാക്ടർ ഉണ്ട് ഈ ഒരു കാറ്റഗറിയിൽ. ഇപ്പോൾ ഞാൻ പറയുന്നു ഞാൻ ഇപ്പോഴും കമ്പയർ ചെയ്യുന്ന ആസ്പെയറായിട്ടാണ് അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിലെ വണ്ടികളായിട്ടാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഫീച്ചേഴ്സ് ഉള്ള, അത്യാവശ്യം നല്ലൊരു ഡ്രൈവബിലിറ്റി ഉള്ള, അത്യാവശ്യം നല്ല സൈലൻ്റ് ആയിട്ടുള്ള, അത്യാവശ്യം നല്ല ഇന്ധനക്ഷമതയുള്ള ഒരു വാല്യൂ ഫോർ മണി വണ്ടി എന്നാണ് അമേസിനെ പറയാനുള്ളത്. ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു പൊസിഷനിങ്ങും നമ്മളിരിക്കുന്ന ഒരു പൊസിഷനും ഈ സീറ്റുകളുടെ ആ ഒരു ബോൾസ്റ്ററിങ്ങും എല്ലാം തന്നെ നല്ലതാണ് കേട്ടോ, മികവാണ്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിക്ക് ഇപ്പോൾ 7 ലക്ഷം താഴെയാണ് വില എന്ന് പറയും. അങ്ങനെ കിട്ടുന്നത് മിക്കവാറും ബേസ് മോഡലായിരിക്കും. അപ്പോൾ ആ ഒരു ബേസ് മോഡൽ മേടിച്ചാലും ഈ ഒരു എഞ്ചിൻ അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങളൊന്നും മാറ്റില്ല. അപ്പോൾ പുതിയ മോഡൽ വണ്ടികളൊക്കെ നിങ്ങൾ കണ്ടാവും കൂടിയ മോഡലിന് ടർബോ പെട്രോൾ, കുറഞ്ഞ മോഡലിന് സാധാരണ എഞ്ചിൻ, അങ്ങനെ എഞ്ചിൻ്റെ ഒരു ഡിഫറൻസിയേഷൻ ഉണ്ടാവും. ഇപ്പോൾ ഹോണ്ടയുടെ അമേസിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ കാല് വെക്കാൻ ഒരു ഡെഡ് പെഡൽ ഇല്ലാതെ വേണമെങ്കിൽ ഒരു പോരായ്മയായിട്ട് പറയാം, പക്ഷേ അതൊന്നും ഒരു വലിയ കാര്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. പിന്നെ പറയേണ്ട ഒരു കാര്യം ഈ വണ്ടിയുടെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ അപ്പോൾ ABSും അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങൾ തന്നെ ഇപ്പോൾ റെഗുലേറ്ററി ആണെങ്കിൽ ഈ വണ്ടിക്ക് ക്രൂസ് കൺട്രോൾ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ക്രൂസ് കൺട്രോളും കൂടി ഒരു എന്താ പറയുക ഒരു നോർമൽ ഫീച്ചറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ക്രൂസ് കൺട്രോൾ സ്റ്റിയറിംഗിൽ കാണാം. അകത്തളത്തിൽ വെളിച്ചമുണ്ടെന്നൊക്കെ ഒരു സാഹിത്യപരമായിട്ട് പറയാം. പിന്നെ നല്ല കാഴ്ച തരുന്ന പിൻ മിററുകളും. ഇപ്പോൾ പവർ ഇല്ല അല്ലെങ്കിൽ എന്താ പറയുക BHP കുറവാണ്, 100 BHP തികച്ചില്ല, അങ്ങനെയൊക്കെ വേണമെങ്കിലൊക്കെ പരാതിയായിട്ട് പറയാം. പക്ഷേ ഒരു വണ്ടി എന്ന നിലയ്ക്ക് ലീഗൽ സ്പീഡിൽ പെട്ടെന്ന് എത്താനും ആ ഒരു കാര്യത്തിൽ ക്രൂസ് പോകാനും അല്ലെങ്കിൽ ഒരു ഫാമിലിക്ക് ഉപയോഗിക്കുന്ന കാറായിട്ടൊക്കെ ഈ ഒരു അമേസിനെ നല്ലൊരു ചോയ്സ് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഈ വീഡിയോയുടെ രത്ന ചുരുക്കം എന്ന് പറയുന്നത്. അപ്പോൾ അത്രേ പറയുന്നുള്ളൂ. അപ്പോൾ അതുപോലെ ഈ ഒരു വീഡിയോ ഉപയോഗപ്പെട്ടു തന്നെ കരുതാണ്. അങ്ങനെയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നാൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നമ്മുടെ എന്തെങ്കിലും അറിയാലോ. ഡൗൺ ചെയ്തു, തേടാക്കി. അപ്പോൾ അടുത്ത വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.